என்னோட பேரு ஷமீம். அது உங்களுக்கு புரியும் நான் நம்புறேன், புரியும்னு நான் நினைக்கிறேன். கடலை பற்றி பேசலாம். நான் கடல் தான் வந்திருக்கு. என்னோட ஊரே கடல் தான். இதுக்குள்ள நிறைய ஸ்டோரி இருக்கு. மைல்ஸ் தாண்டி தான் நான் இங்க வந்திருக்கேன். கிலோமீட்டர்ஸ் தாண்டி தான் வந்திருக்கு. அதுக்குள்ள பெரிய ஒரு உலகம் இருக்கு. அப்போ அந்த உலகத்தை பத்தி பேசலாம்னு நினைச்சா பேச முடியாது. உங்களோட மைண்ட்ல ஒரு நினைப்பு இருக்கும், உங்களுக்கு அது கடலை பத்தி தெரியும்னு. அப்படி இல்லை. இப்போ நம்ம பூமி இருக்குல்ல, சின்ன பூமி பொட்டு மாதிரி, அதெல்லாம் இதுக்குள்ளே போயிடும். ஸோ அது ஒரு சின்ன ஸ்டோரி மட்டும் தான் பூமிக்கு. ஆனா கடல் இருக்குல்ல, கடல் பெரிய கதை வரைவு முத்தശ്ശി அப்படி சொல்லலாம். ஒரு பாட்டி மாதிரி கடல். கடலுக்குள்ள நிறைய கதை. ஏன் நான் கடலை பத்தி பேசிட்டே இருக்குது உங்களுக்கு புரியுமா? இல்ல அது புரிய போகுது நான் நினைக்கிறேன். பூமி, கடல், இதெல்லாமே, கடல், ஆகாசம், இதெல்லாமே பேசி 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 நிறைய ஒரு 10,000 எழுதி தேவைப்படும். ஆனா நான் பேசல. அதுக்கப்புறம் நான் எதுக்கு தமிழ் பேசி ட்ரை பண்ணிட்டே இருக்குது உங்களுக்கு தெரியுமா? எதுக்கு? அந்த நெய்ம் தான், பிறைப்பு. பிறைப்பு அது ஒரு நிஜம்தான். அந்த நிஜம் பேசுறதுக்கு தான் நான் ட்ரை பண்ணிட்டு இருக்கேன். அந்த நெய்ம் இருக்குல்ல, நெய்ம் தமிழ் இல்ல, அப்ப அது நிஜம். அந்த நிஜம் ட்ரை பண்ணதுக்கு நான் ட்ரை பண்ணிட்டே இருக்குது. ஆனா எனக்கு மலையாளம் பேசலாம். இப்ப மலையாளம் பேசலாம். പിറൈപ്പ് പറഞ്ഞത് ഒരു വിസ്മയകരമായിട്ടുള്ള ഒരു നദിയുടെ യാത്രയാണ്. ആ യാത്രയിൽ നിങ്ങൾ പെടും എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങൾ പെടില്ല എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ വൺസ് യു എൻ്റർ, നിങ്ങൾ അതിലാണ്, ആ നദീൻ്റെ ഉള്ളിലാണ്. സോ പിറപ്പിലെ നദിയിൽ കുളിക്കാൻ ആരും മടിക്കണ്ട. നിങ്ങൾ നദിയിലേക്ക് ഇറങ്ങുക. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇറങ്ങും. ഓക്കെ. സോ പിറപ്പ് എന്ന് പറഞ്ഞാൽ ആ നദി ഒഴുകട്ടെ. എത്ര നമ്മള്? 7 ആളുള്ളൂ. എല്ലായിടത്തും വായിക്കോ. അവരോട് സംസാരിക്കും തോറും എക്സ്പീരിയൻസ് നമുക്ക് what a beautiful experience from common people. ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു നായ എങ്ങനെ വയ്യാതെ കിടക്കുക കണ്ടപ്പോ നമ്മളൊരു ബിസ്ക്കറ്റ് കൊടുക്കുക. പല ഏരിയന്ന് പല ജാതി എക്സ്പീരിയൻസ് കിട്ടുകയാണ്. ഓൺലി ഫ്രം ദ ഒബ്സർവേഷൻ. നല്ല ഒരു ചായ എന്തെങ്കിലും കുടിച്ചോ? We can be a Maniratnam, we can be a great journalist. എൻ്റെ ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നദീൻ്റെ ഉള്ളിൽ നിന്ന് വരെ ക്ലാസ്സാണ്.
നദി എന്റെ കാലിൽ തട്ടുന്നത് വരെ ഒരു ക്ലാസ് ആണ്. എന്റെ ഗുരു പോലും നദിയായിട്ട് മാറിയിട്ടുണ്ട്. സോ നദി ഈസ് മൈ ഗുരു. മനുഷ്യന്മാർക്ക് തിയേറ്റർ പറഞ്ഞ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോവാന്നുള്ളതാണ്. പിന്നെ നമുക്കൊരു ക്രൈസിസ് ഉണ്ടായി. ഒന്നുമില്ല, ഇത് ഞാൻ പഠിക്കുന്ന കുട്ടികളാണ്. ഞാൻ മാസിന്റെ സ്റ്റുഡന്റ് ആണ്. എനിക്കൊരു വല്യമ്മ ഉണ്ടായിരുന്നു, ഫാത്തിമ എന്നാണ് പേര്. അവര് മരിച്ചുപോയി. അപ്പോ ഈ തുപ്പട്ട, നീല തുപ്പട്ട ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ പച്ച തുപ്പട്ട ഇട്ടിട്ടുള്ള നീല മാക്സ് ഇട്ടിട്ടുള്ള ഈ വല്യമ്മാനെ കാണുമ്പോ എന്റെ വല്യമ്മയും കൂടി ഉണ്ട് അതില്. നല്ല സന്തോഷം. എല്ലാ കുട്ടികളെയും നമുക്ക് കാണാനായി. എല്ലാവരും അവന്റെ പിന്നെ ക്ലാസ്മേറ്റ് നമുക്ക് പരിചയപ്പെടാനായിരുന്നു. ആരാധനാ കർമ്മങ്ങളെ കുറച്ച് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ പറഞ്ഞ് കേൾക്കൂല. അങ്ങനെ വോയിസ് പോന് എടുത്തത് വിഷ്വൽ മീഡിയ ആണെന്ന് പറഞ്ഞ് എല്ലാവരും അന്വേഷിച്ചപ്പോൾ കുഴപ്പമില്ല എന്നുള്ളൊരു ഇതാണ് കിട്ടിയത്. വീട്ടിലെ സാഹചര്യങ്ങളിൽ നിന്ന് ഇങ്ങനെ കഥകളും ഫ്രെയിമുകളും ഇങ്ങനെ ഉണ്ടായി മറയുന്ന സമയത്തുണ്ടല്ലോ, മറ്റേ ആകാശത്ത് പൂത്തിരി കത്തുന്ന പോലെയാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലാവണ്ടോന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ചെയ്യുന്ന ഫീൽഡിലോട് താല്പര്യമുള്ള എന്നോട് ചെയ്യിക്കണം. അവനെന്തേലും വിചാരിച്ചാൽ കിട്ടുന്നു. ഇപ്പോഴും ഉണ്ട് കുറച്ചൊക്കെ. ഞാൻ കൂലിപ്പണി തന്നെയായിരുന്നു അവിടെ. കുറെ കാലം ഡ്രൈവറായി പോയിട്ടുണ്ട്. പിന്നെ ഗൾഫിലാണ് കുറെ കാലമായിട്ട്, ഒരു 25 കൊല്ലത്തിന് മേലെ. പുറത്ത് അങ്ങനെ കവിഞ്ഞൊന്നും പോകൂല. അതായത് ഇവിടെ ഈ ഏരിയയിൽ തന്നെ ഉണ്ടാവും. അല്ലാതെ കൂട്ടുകെട്ടൊക്കെ നല്ല കൂട്ടുകെട്ടാ. ഭാവി ഇനി ഒന്നെ തെരഞ്ഞെടുക്കട്ടെ. നമ്മളെ കൊണ്ടൊന്നും പറയാനില്ല. നമുക്ക് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് സഹായിക്കാൻ കഴിയുന്നല്ലാതെ എല്ലാ വീട്ടിലും ചെല്ലുക, എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കണം. ആദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. വീട്ടിൽ നിന്ന് എല്ലാവരും വരുമ്പം കോളേജിൽ ചെല്ലുമ്പോ എല്ലാവരും ഒരേ സ്റ്റേജാണ്. ഇത് ആര് ഉള്ളവരില്ലാത്തവര് എന്നുള്ളതൊന്നുമില്ല. എല്ലാവരും ഒരേ സ്റ്റേജിലാണല്ലോ. ഉള്ളവരാണെങ്കിലും ഓനക്കൊരു മാനസിക അതെ. ഇതിപ്പോ ഓരോ വീട്ടിലും ചെല്ലുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ്, എന്താണ് അവന്റെ ഒരു സ്റ്റേജ് എന്നുള്ളത്. നല്ല കുട്ടിയാണ്, സന്തോഷമായി. ഇവരൊക്കെ കണ്ടപ്പോ ഓന്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളല്ലേ. ആകെല്ല ഒരു അനിയത്തിയാണ്, 5ൽ പഠിച്ചാണ്. മരണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മരണം എനിക്ക് വരുന്നത് വരെ എനിക്കത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഥയാണ്. പക്ഷെ എനിക്ക് വരുന്നത് വരേ ഉള്ളൂ അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥ. പക്ഷെ എന്റെ അടുത്ത് വരുമ്പോ അത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സത്യം മാത്രമാണ്. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. സോ ഡെത്ത് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ആൻഷിക്ക് 3 മാസമായപ്പോ തൊട്ട് ഫാദറില്ല കൂടെ, ഞങ്ങളെ വിട്ടിട്ട് പോയി. അപ്പന്റെയും അമ്മയുടെയും രണ്ടുപേരുടെ റോളാണ് എനിക്ക് ചെയ്യേണ്ടി വന്നത്. പരിമിതികളിലൂടെയാണ് അവള് വളർന്നു വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലൊന്നും അധികം ആരോടും സംസാരിക്കത്തില്ലായിരുന്നു. ഇന്നോവേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ കുറെയൊക്കെ മാറി വരുന്നു. പിന്നെ ചെറുപ്പത്തിലൊക്കെ പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. ജോലികളൊക്കെ ചെയ്യാൻ എന്നെ സഹായിക്കും. ഒരു ആവശ്യങ്ങളും പറയത്തില്ല, എനിക്ക് ഇന്നത് വേണമെന്നൊന്നും പറയത്തില്ല. ഞാൻ കവിത എഴുതുമായിരുന്നു, കഥകൾ എഴുതുമായിരുന്നു. അപ്പൊ അത് കുറെയൊക്കെ കഴിവുള്ള ആൻഷിക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു 25 വർഷത്തിന് മേലെ ടീച്ചറായിട്ട് ജോലി ചെയ്ത ആളാണ്. അവസാനം ജോലി ചെയ്തത് PV സ്കൂളിലാണ്. അപ്പം അവിടുന്ന് സ്കൂളിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടു. 4 വർഷമായിട്ട് ട്യൂഷനും പിന്നെ അബാക്കസിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമാണ്, എഡിറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണ്, അഭിനയിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കോഴ്സ് ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൽ നിനക്ക് വിജയിക്കാൻ പറ്റുമായിരിക്കും, നീ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് ആക്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അതിലൊക്കെ സന്തോഷം കണ്ടെത്തുന്ന ഒരാളായിരുന്നു. ടോക്കിയ ലിഷ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് തന്നെ ഉള്ളത് തുടങ്ങി. അവൾക്ക് ഒത്തിരി കഴിവുകളുണ്ടെന്ന് ഞാൻ തന്നെ തിരിച്ചറിയുന്നത് ആ സമയത്ത്. തുടക്കവും അവസാനവും കർഷകരില്ല, കൃഷിക്കാരിലാണ്. അതെന്ത് പറഞ്ഞിട്ട് വരില്ല. തുടക്കവും അവസാനവും കൃഷിക്കാരിലാണ്.
ചെറുപ്രായത്തിൽ ആള് സൈലന്റ് ആണ്. ഇപ്പോഴും അത്ര ഒരു ഓവർ ആക്റ്റീവ് ഒന്നും അല്ല. പഴയ കോളേജ് നിലകൾക്ക് നല്ല ഒരു തീരുമാനം തന്നെയാണ് മുമ്പാട് കോളേജ്. പക്ഷെ കിട്ടൂല എന്നുള്ള ഒരു ഇതിലായിരുന്നു. പുറകെ കൂടി എടുത്ത തന്നെയാണ് ഈ ബംഗാളികളെ വെച്ചിട്ട് 4-5 അവരിങ്ങനെ രാവിലെ കൊണ്ടുപോയി വിട്ടാൽ കഴിഞ്ഞപ്പോ അവരെ കൊണ്ടുനടക്കണ ഒരു വണ്ടി വേണം. ഒരു ഗുഡ്സ് ഓട്ടോ ഉണ്ട്. ആ പെട്ടിയിലിട്ട് എല്ലാവരെയും കൊണ്ട് രാവിലെ റബ്ബർ തോട്ടം കയറ്റിട്ടു. പിന്നെ 5 മണി കഴിഞ്ഞാൽ പണി കയറുമ്പോൾ തിരിച്ചുകൊണ്ടിരും. ബാക്കിയുള്ള സമയത്ത് ഞാൻ ആ വണ്ടി ഓടലുണ്ട്. ഡിസൈഡിങ് ദ ഫ്രെയിം ഫോർ എ ലൈഫ്. ജീവിതത്തിന്റെ ഉള്ളിലേക്ക് ഫ്രെയിം അങ്ങോട്ട് സെറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ജീവിതം ഏതാണോ ഫ്രെയിം ഏതാണോ എന്ന് മനസ്സിലാവാതോ. ഞാനും വാപ്പി പറഞ്ഞാൽ ഭയങ്കര കമ്പനിയാണ്. നാട്ടിൽ ഇറങ്ങിയാൽ റോട്ടുമെന്നാണെങ്കിൽ എനിക്കിട്ട് ഒരാൾ വെക്കും. അപ്പൊ ഞാൻ എനിക്ക് അവസരം കിട്ടിയാൽ ഞാനും വെക്കും. പഠിത്തണ്ടാക്കിയ ടൈപ്പ് അങ്ങനത്തെ കിണറാണ്. ഞാൻ ഒരു ഹോം ബേക്കറാണ്. പിന്നെ ഫാഷൻ ഡിസൈൻ വീട്ടിലിരുന്ന് കണ്ടുള്ളത് ഓർഡറുകളൊക്കെ പിന്നെ ഫോൺ കൂടെ വാട്സപ്പ് കൂടെ മെസ്സേജ് ചെയ്ത് അങ്ങനെ എത്തിച്ചു കൊടുക്കല്ല. വന്നപ്പോ നല്ല സന്തോഷമായി. ഇങ്ങനെ എല്ലാവരും അവിടെ കൂടുന്നു ഞാൻ ഒരിക്കലും കേട്ടില്ല. നല്ല സന്തോഷം. തിരുവാലി എന്ന വശ്യ മനോഹരമായ ഗ്രാമം. ഭയങ്കര മടിയനാണ്. പറഞ്ഞ് പിന്നാലെ കൂടിയാല് കാര്യങ്ങൾ നടക്കുള്ളൂ. അച്ഛനായിട്ട് അത്ര പോരാ, ഞാനായിട്ട് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. പാട്ടും ഡാൻസും എല്ലാ പരിപാടിയും ഉണ്ട് കയ്യില്ല. പക്ഷെ പിന്നെ ഇങ്ങനെ മുട്ടുമുട്ടുന്ന പോലെ കുത്തി കൊടുത്താ കാര്യം നടക്കും. പണ്ട് ഡാൻസർ ആയിരുന്നില്ലേ? ഇപ്പോഴും കളിക്കും. എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹോബി പറഞ്ഞുതരാം. നമ്മള് എവിടെ പോയാലും ഏട്ടനെ നോക്കണമെങ്കിൽ ചേച്ചിമാരെ ഇടയിൽ നോക്കിയാൽ ഏട്ടൻ അച്ഛനോടൊന്നും പറയില്ല. അച്ഛനോട് പറയാനുള്ളത് എന്നോടൊന്നും പറയും. എന്നിട്ട് പോയി പറ. അച്ഛനമ്മ അനിയത്തി. അച്ഛൻ ബിസിനസ്സാണ്. 3 നായ്ക്കളുണ്ട്, 2 ലാബ്രഡോറും ഒരു സെമ്പർനാടും. ഒരു നല്ല രസമാണ് ഇവരൊപ്പം അഴിച്ചിട്ട് ഇങ്ങനെ കളിപ്പിക്കാനും നല്ല രസമാണ്. സിസ്റ്റർ ഓള് ഇപ്പോൾ ഇവിടെ തിരുവാലിയാണ് പഠിക്കണത്. 2-3 ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിലമ്പൂർ ഒരു മോഡലിങ്ങിൽ ഫസ്റ്റ് ഒക്കെ കിട്ടി. 2-3 അഭിനയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ദേഷ്യപ്പെടലുണ്ട്, സങ്കടപ്പെടും. ഇപ്പൊ നിലമ്പൂര് പോണ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞ് ഞാൻ കൊണ്ടാക്കി തരാറുണ്ട്. ഞാൻ വലിയ 18 വയസ്സൊക്കെ വലിയ കുട്ടിയാണെങ്കിൽ ഞാൻ എല്ലായിടത്തും പോവാം. ആ ധൈര്യമൊക്കെ കുറെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു അനിമേഷൻ മേക്കർ ആണെന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാ മേഖലകളിലും ഇങ്ങനെ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഉമ്മ അല്ലെങ്കിൽ എനിക്ക് കോളേജിൽ വരാൻ പറ്റില്ല. കമ്പ്യൂട്ടർ ഞാൻ എടുക്കലുണ്ട്. ഫോട്ടോ എഡിറ്ററാണ്, ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യണത്. നല്ലൊരു കുട്ടിയാണ്. വിഷ്വൽ എടുത്തത് ഇപ്പൊ പറഞ്ഞാല് ആനിമേഷൻ ചെറുതായിട്ടൊന്നും താല്പര്യമുള്ളത് പോലെ ഇങ്ങനെ പറഞ്ഞു. ആൾക്കാരായിട്ടൊക്കെ സാറാണ്. സ്മാർട്ടാണ്, എല്ലാത്തിനും ഭയങ്കര സ്മാർട്ടാണ്. എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് ചെയ്യും. ടാപ്പിങ്ങിനാണ് പോകുന്നത്. ഉമ്മ ടാപ്പിംഗ് ആണ്. ഉമ്മ പിന്നെ അതുപോലെ തന്നെ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം സംസാരിക്കാൻ പറ്റണതും അതിനൊക്കെ പറ്റിയത് ഈ പ്രോസസ്സ് കാരണമാണ്. ഹാപ്പി. പഠിക്കാൻ ഞങ്ങൾ ഫുള്ള് കമ്പനിയാണ്. എന്താവണം നിങ്ങളെ വേണ്ടിയുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ല? ആഗ്രഹമില്ല, അത് മോന്റെ ആഗ്രഹത്തിനോട്ട് സ്ഥലത്ത് കൊടുക്കുന്നു. 14 വർഷം ബസ്സിലായിരുന്നു. ഇവിടെ കച്ചവടം. എന്നിട്ട് തല്ലുണ്ടാക്കലുണ്ടാവും. എനിക്ക് എന്തെങ്കിലും ആവാൻ ആഗ്രഹം ഉണ്ടാവും. കുറിച്ച് ഉണ്ടെങ്കിലും ഇവിടെ ഒരു സൗണ്ട് ഉള്ളൂ. ചിത്രകലയായിട്ട് ബന്ധപ്പെട്ടവന് എല്ലാവരും കഴിവുള്ളതുകൊണ്ടാണ് ഈ കോഴ്സിന് ഞങ്ങൾ ചേർത്തിയത്. 22 വർഷം മാഷായിരുന്നു പോലെ
ഓനെ കുറിച്ച് ഞങ്ങൾ ഈ കോഴ്സിന് വലിയൊരു പ്രതീക്ഷയില്ല ചേർത്തിയെ. വീട്ടിലൊക്കെ എങ്ങനെ നിന്നായിട്ട് വികൃതി കാണിക്കലുണ്ടോ? ഞങ്ങൾ കുടുംബ പള്ളിയാണത്. അല്ല 3 തൈ കൊണ്ടുവരണം. അത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾ എടുത്താൽ മതി. അതൊക്കെ മുൻകൂട്ടി ചെയ്ത് കൊടുക്കുക. ചെരുപ്പൊട്ടി ഭക്ഷണം എല്ലാരെ കയ്യിൽ ഉണ്ടാകുന്ന സമയത്ത് എല്ലാരും റിച്ചാണ്. എല്ലാരും എവരിബഡി റിച്ച് in their own perspective if they have food in their hands. So ഭക്ഷണത്തിന് ദൈവാക്കാൻ പറ്റിയ ഓൻ കഴിച്ചില്ലായി. 5 മക്കളാണ്, 4 പെണ്ണും ഒരാണും. അവരുടെ താല്പര്യം അതാണ് പറഞ്ഞപ്പോൾ നമ്മളതിന് സപ്പോർട്ട് ചെയ്തത്. അവരുടെ ആ ഒരു കഴിവ് ഏത് രീതിയിലാണ് വെച്ചാൽ അതല്ല ഇപ്പോൾ വേണ്ടത്. 22 വർഷം സൗദിയില്, 30 വർഷമായിട്ട് നാട്ടിലായിട്ട് സെറ്റിലായിട്ട്. സൈലന്റ് ഒക്കെ തന്നെയാണ്. അതിന്റെ കുഴപ്പമില്ലാത്ത സ്വഭാവമൊക്കെ തന്നെയാണ്, പെരുമാറ്റം കാര്യമാണെങ്കിലും. ഓന് താല്പര്യപ്പെട്ടെടുത്ത കോഴ്സാണ്. വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, കുഴപ്പമില്ലാതെ തോന്നിയിട്ടുണ്ട്. ഓൻ ഇഷ്ടപ്പെട്ടു. നാട്ടായിട്ട് കുഴപ്പമുണ്ടായില്ല. തല്ലിടക്ക് ഇന്ന് മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു. ഇന്ന് എല്ലാവരും ഫുഡ് കൊടുന്നു, നമ്മൾ ഷെയർ ചെയ്തിരുന്നു. വളരെയധികം രസമുണ്ടായിരുന്നു. ഫുഡിന്റെ കാര്യം മാത്രമല്ല, നമ്മൾ വൈബിന്റെ കാര്യം നോക്കുകയാണെങ്കിലും പിന്നെ അഫ്നാന്റെ വീട്ടിൽ പോയി അടിപൊളിയാണ്. എല്ലാം അടിപൊളിയാണ്. കൂടുതൽ പറയാൻ അഫ്നാന്റെ മുന്തിരി എന്റെ പേഴ്സണലി ഒപ്പീനിയൻ. എന്റെ പേരല്ലേ, ഞാൻ എന്താ പറയാ, അഫീഫാക്ക് പറയാനല്ലേ നിൽക്കും പറയാം. അഫീഫ എന്താ ഹോം ഡെലിവറി? എന്റെ കരിയറിൽ അടിപൊളിയായിരുന്നു. എനിക്കല്ല സാറിനോട് ഹോം ഡെലിവറി എങ്ങനെ ഉണ്ടായിരുന്നു? തട്ടിമുട്ടി. കുറച്ച് പറയാം, ഞങ്ങൾ വർത്താനം പറയാറില്ല. തട്ടിമുട്ടി ആക്കാൻ ഇഷ്ടമുള്ള പോലെ തന്നെ ചായക്കട. ഒരിക്കൽ ഞാനൊരു പിരമിഡിന്റെ വലുപ്പമുള്ള അല്ലെങ്കിൽ പിരമിഡിന്റെ ഭംഗിയുള്ള ചായക്കട കണ്ടു. എത്ര വർഷമായി കട? ഞങ്ങൾ കുറെ കാലമായിട്ട് ഈ അടുപ്പിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്യണത്. വർഷമായിട്ട് വിചാരിച്ചാൽ അത് നേടണം എന്നുള്ള അത്ര ടെൻഷൻ കൂടിയാ പിന്നെ ഒരു മൂഡ് ഓഫ് ചെയ്താണ്. ഇഷ്ടപ്പെട്ട ദിവസം അവരെടുക്കുക, അതിന് ഞങ്ങള് അവരൊപ്പം നിൽക്കും. അത്ര പടം കാണാൻ പോയിട്ടാണ് ഫാമിലിയോടെ എല്ലാവരും കൂടി. ജയിലറ് പുറത്ത് ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ട്. പഠിച്ചില്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യുന്നുള്ളത് നിങ്ങൾ വേണം ചിന്തിക്കാൻ അല്ലേ? നമ്മളെ കൂടെ ദോഷിക്കണം. അവിടെ വാപ്പ വേറെ ഉമ്മ വേറെ അങ്ങനെയുള്ള നോക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പറയാനുള്ളതൊക്കെ നേരിട്ട് മൊത്തം. എല്ലാ ഇഷ്ടപ്പെട്ട നടന്മാര് മലയാളത്തിലെ പഴയ നടൻ പ്രേം നസീറായിരുന്നു. പിന്നെ ഇപ്പൊ മോഹൻലാല്, ഹിന്ദിയിൽ അമിതാഭ് ബച്ചൻ. എന്നൊരു
അവൻ കുറച്ചൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ചീത്തതാണ് പറയുന്നത്. ബേസിക്കലി ആള് പാവാണ്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടമാണ്. ക്രാഫ്റ്റ് ഇഷ്ടമാണ്. ഗിഫ്റ്റ് ഒക്കെ ഐറ്റംസ് ഒക്കെ ചെയ്ത് കൊടുക്കില്ല. അങ്ങനത്തെ ചെയ്തു. പിന്നെ ടീച്ചിങ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തൊക്കെ ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ട്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു ആൺകുട്ടിയായിരുന്നു. മടിയനാണ്. അവന്റെ കഴിവിനനുസരിച്ച് തന്നെയാണ് അവൻ കോഴ്സൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിലോട്ട് നിൽക്കാതെ അതിൽ തന്നെ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹം. ഞാൻ മുടി കെട്ടാൻ തന്നെ പറ്റൂല. ഹോം ഡെലിവറി ഈസ് ഗുഡ് പ്രോസസ്. നമുക്ക് ഒരാളെ അറിയാൻ പറ്റും, കൂടുതൽ അറിയാൻ പറ്റും. ഈ ഹോം ഡെലിവറി ആയാലും ഫസ്റ്റ് 2 ദിവസം എല്ലാവരും അങ്ങനെ എങ്ങനെ സാധനങ്ങൾ പെട്ടെന്ന് പറയും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണമെന്നുള്ള ഒരു വൈകിലാണ്. പക്ഷെ അത് ഇങ്ങനെ ചെയ്തിപ്പോ എല്ലാവർക്കും എക്സ്പീരിയൻസ് ആയി. അപ്പൊ അത് അങ്ങനെ വരും എന്നാണ് എന്റെ കോഴ്സിൽ ടോട്ടലുള്ള രീതിയിൽ. ഓപ്പൺ സ്ട്രീറ്റിന്റെ ഉള്ളിലെ ഓപ്പൺ ആയിട്ടുള്ള സംസാരം, അത് ഭയങ്കര ഓപ്പൺ ആയി. മനസ്സിലായോ? സ്പോട്ടിലാണ് കയറിയത് മമ്പാട് കോളേജിൽ. ഞാൻ ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു തന്ന വിഷയമാണ്, എടുത്ത സബ്ജക്റ്റ് അല്ല, എങ്ങനെയെങ്കിലും മമ്പാട് കോളേജിൽ കയറിയാൽ മതി ഒരു ആഗ്രഹം. മാറണമെന്ന് ആദ്യം കരുതിയിരുന്നു സബ്ജക്റ്റ്. ഞാൻ ഇവിടെ തന്നെ ഒന്നും ക്ലാസ് മാറാനേ തോന്നുന്നില്ല. എന്നും ഡെയിലി കോളേജിൽ കയറാനും തോന്നുന്നു. എന്റെ കോഴ്സിനെ പറ്റി എന്താണെന്ന് അറിയില്ലായിരുന്നു ആദ്യം. അങ്ങനെ ക്ലാസ് എടുത്ത് മനസ്സിലായി അത്യാവശ്യം സ്കോപ്പിലെ പരിപാടിയാണ്. കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകണം. ചെറിയ ബിസിനസ് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. ഏറ്റവും ചെറിയ കുട്ടിയതിന്റെ പൊട്ടിത്തെറുപ്പൊന്നും കളിക്കാനാണ് കോച്ചിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. വേണ്ട സാധനങ്ങളും കിറ്റുകളും കാര്യങ്ങളൊക്കെ എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടി കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളെ കോഴ്സിനെ നിങ്ങൾക്ക് അറിയാം. സിനിമ ഫീൽഡാണെന്നോ പറയുന്നത്. ഓന് ഇഷ്ടപ്പെട്ട കോഴ്സാണ്. അപ്പൊ പിന്നെ നമ്മള് കുഴപ്പമൊന്നും പറഞ്ഞില്ല. സിനിമ കാണുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ കൂടി പടം അത് വല്യപ്പ പഞ്ചായത്തിന് സ്ഥലം കൊടുത്താണ് ബസ് സ്റ്റോപ്പിന്. വല്യപ്പാന്റെ പേരാണ് ആ ബോർഡിന്. ഞാൻ ഭയങ്കര ഒതുങ്ങിയുള്ള ഒരാള്. എനിക്ക് ടെൻഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഓളെ ആശ്രയിക്കുക കാര്യങ്ങൾക്കൊക്കെ. ഒരാളോട് ഒരു കാര്യം പറയാൻ പോലും എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രോസസ്സിന്റെ ഒരു ഭാഗം തന്നെ. ആഗ്രഹം വെച്ച് പറയുകയാണെങ്കിൽ 2 ആളുണ്ടായതുകൊണ്ട് എപ്പോഴും ഒരൊപ്പായിരിക്കും. അപ്പൊ ഉള്ള താല്പര്യം ആ ഒരു ഫീൽഡിൽ തന്നെയാണ്. ആ ഒരു കോഴ്സ് തന്നെ ഇപ്പൊ ചെയ്യുന്നത്. 7ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ തോന്നുന്നു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിരുന്നു. 10K വ്യൂവേഴ്സ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവര് ഡിജിറ്റൽ ആർട്ട് ചെയ്യുന്നുണ്ട്. കിട്ടിയ പൈസ കൊണ്ട് സ്വന്തമായിട്ട് മൊബൈലൊക്കെ വാങ്ങിയത്. ഒരു സ്വന്തമായിട്ട് ചെയ്യണം, ബിസിനസ് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു ഇതാണ്. ഞാൻ മാത്സ് ടീച്ചറാണ്. പിന്നെ എനിക്ക് പാട്ട് അതിനോട് ഭയങ്കര താല്പര്യമാണ്. കടൽ വരക്കാൻ കാരണം എന്താ? പിക്ചർ കാണുമ്പോൾ ഭയങ്കര ഒരു നമുക്കൊരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. അതിലാണ് മൂത്തത്. ഞാനാണ് മൂത്തത്. ഫാമിലിയില് എഡിറ്റ് ചെയ്യാൻ ഈ ടെക്നിക്കലായിട്ട് കഴിവുള്ളത് ഓക്കെ തന്നെയാണ്. 3rd സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പം ഞങ്ങള് അമ്മായിന്റെ വീട്ടിൽ പോയിരുന്നു. കാല് എന്താ പൊയ്ക്ക് വീണു. എനിക്കാണെങ്കിൽ നീന്താൻ വെക്കുള്ള ചെറിയ കുട്ടിയാണല്ലോ. ഞാൻ കൊട്ടി പടയുണ്ട്. പക്ഷെ ആരും കണ്ടിട്ടില്ലായിരുന്നു. എന്നിട്ട് ആദില എന്താ വെള്ളത്തേക്ക് ഇറങ്ങി ഓളെ കാലിന് എന്തോ അങ്ങനെ തടഞ്ഞപ്പോ ജസ്റ്റ് കൈ കൊണ്ട് വെറുതെ എടുത്തതാണ്. അപ്പൊ ഞാൻ അന്നോട് അറിയാതെ ആണെങ്കിലും ഓളിനെ രക്ഷിച്ചു. ഈ ഒരു പരിപാടി തുടങ്ങിയ ശേഷം മാത്രമാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ കുറച്ച് മുന്നേ എനിക്ക് പറ്റില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് പറ്റും, എന്നെ കൊണ്ടാവും എവിടേക്കും ഒരു ഉറപ്പുണ്ട് എനിക്ക്. ഓരോ വർക്ക് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇത്രയും സ്കില്ല് ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ആദ്യമായിട്ടാണ്. അതിന് സാറിനാണ് നന്ദി പറയുന്നത്. സാറിൻ്റെ ഈ ക്ലാസ് അടിപൊളിയാണ്. ഞങ്ങൾ
നമ്മളെ വീട്ടിലുള്ള എല്ലാവരും പാടെ കൂടി കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയാണ് ഈ സമരങ്ങളും വിപ്ലവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് നമ്മളെ വീട്ടുകാർ മതിയെന്ന്. അപ്പം ദാസപ്പനും രാജേട്ടനും അബുവാക്കിയും എല്ലാം പാടെ കൂടുമ്പം നമുക്കൊരു കൊളാബറേറ്റ് ചെയ്തൊരു ആർട്ട് ഉണ്ടാക്കാം. ആർട്ട് നോട്ട് ഫോർ കുത്തക, ഇറ്റ്സ് ആർട്ട് ഫോർ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്ത വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് കമ്മിറ്റ്മെന്റ് ആ ഒരു മേഖലയോട് ഉണ്ടെന്നും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ ബിസിനസ് പരമായി കണ്ട് എങ്ങനെ പിന്നെ അവരുടെ പഠനത്തെ മുന്നോട്ട് വെക്കാം എന്നുള്ളത് ഒരു ഇതുകൂടി കാഴ്ച കൂടി ഉണ്ടായിട്ടാണ് ഞങ്ങൾ അവനെ ആ ഒരു സബ്ജക്റ്റിലേക്ക് പറഞ്ഞിട്ടത്. അവർക്ക് വലിയ താല്പര്യമുണ്ട് പറഞ്ഞു. നല്ല സ്വഭാവമാണ്, എല്ലാത്തിനും എല്ലാ കാര്യത്തിനും ഉഷാറാണ്. പാമ്പാട് കോളേജ് ഞാൻ വിഷ്വലാണ് സബ്ജക്ട്. ഞാൻ സിനിമ ഫീൽഡും അങ്ങനത്തെ വീഡിയോ ഫീൽഡൊക്കെ താല്പര്യം ഉണ്ടായി. എല്ലാ വീട്ടുകാരെയും പരിചയപ്പെടാൻ പറ്റി, ഓരോ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റി. സിനിമ പഠിക്കാൻ സാറിന്റെ ഓരോ റിസ്ക്കും ട്രാവലിംഗ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും നമുക്ക് കാണുന്ന മാതിരിക്കൊന്നല്ല, നല്ല റിസ്ക് ഉണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ഓരോന്ന് പഠിക്കാൻ പറ്റും. ഇവിടെ എല്ലാ കഴിവിന്റെ കുട്ടികളുണ്ട്. അത് എനിക്ക് ക്ലാസ്സിൽ തന്നെ നല്ലൊരു ഇതായി. പിന്നെ കച്ചവടം പറയുമ്പോൾ പലപ്പം പോന്നേനു, പണ്ട് ഇപ്പൊ കൊണ്ടിടുന്നേനു. ഇപ്പൊ മരിച്ചിട്ട് 4 വർഷമായി. പിന്നെ ജ്യേഷ്ഠന്മാരിനാണ് കൊണ്ടെടുക്കണത്. ഞാൻ ലീവിനനുസരിച്ചും ഒഴിവിനനുസരിച്ചും ചെറുതായിട്ട് ഞാൻ കോട്ടിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കും. ബിസിനസ്പരമായിട്ട് നമ്മളൊക്കെ സെയിൽസും മറ്റു കാര്യങ്ങളാണെങ്കിൽ അവനെ സിസ്റ്റമാറ്റിക്കലി ഇപ്പോ കൺട്രോൾ ചെയ്യുന്ന തോന്നാണ്. അന്നത്തെ നല്ല ഇതായിരുന്നു. വീട്ടിൽ വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ 2 മണി പ്രൊഡക്ഷൻ യാഥാർത്ഥ്യമാകുന്ന സമയത്ത് കുട്ടികൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ അത്ഭുതപ്പെട്ട് നിൽക്കുന്നത്. ഒരു ഐഡിയ ഇല്ല അത്ഭുതപ്പെട്ടിട്ടുണ്ടോ അല്ലേന്ന്. പക്ഷെ എന്റെ അത്ഭുതം ഞാൻ അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ്. ഞാനെന്ന വ്യക്തി അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത്ഭുതമാവുണ്ടോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങളെ മാറ്ററാണ് ക്ഷീണമുള്ള ക്ഷീണം, അല്ലെങ്കിൽ ക്ഷീണമുള്ള 100% ഉറപ്പുള്ള ക്ഷീണം, അതായിരുന്നു അവസാനം എല്ലാവർക്കും പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ക്ഷീണമാണ് ശരിക്കും വാക്ക് ഓഫ് ആർട്ട്. സോ ബിലീവ് ദ പ്രോസസ് ആൾവേസ്. താങ്ക് യു സോ മച്ച്. ഫോട്ടോഗ്രാഫിയിലും എഡിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് നന്നായിട്ട് ചെയ്യായിരുന്നു. +2 പഠിച്ച സ്കൂളിൽ തന്നെ അവനെ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. പറഞ്ഞ് അപ്രിസിയേഷൻ്റെ കിട്ടിയിരുന്നു. പരിപാടിക്ക് പോയപ്പോൾ ഫസ്റ്റ് പ്രൈസ് അങ്ങനെ കിട്ടിയിരുന്നു ഫോട്ടോഗ്രാഫി. ഖത്തറിലാണ്. പിന്നെ കുറച്ചൊരു കുരുത്തക്കടലുണ്ടേനു. മെയിനായിട്ടുള്ള വരക്കുന്നുള്ള കളി അത് ഇപ്പൊ നല്ല രീതിയിലുള്ള. പിന്നെ ഇത് കുറച്ചൊരു താല്പര്യം കണ്ടിട്ട് അതുകൊണ്ട് അങ്ങനെ ചേർത്ത് ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ ഇവിടെയെല്ലാം വന്നാല് മണിയെല്ലാം പോയിട്ട് എടുക്കും, ഫോട്ടോ എല്ലാം എടുക്കും.
പിറപ്പ് തീർന്നിട്ടില്ല. എനിക്ക് സങ്കടമില്ല. പിറപ്പ് അങ്ങനെ നദി പോലെ ഒഴുകും. ശരിക്കും പോകാൻ സമയമായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പിറപ്പ് അതിന് പോയി പോകും. എനിക്ക് അവർ വിളിക്കുന്നുണ്ട്, എനിക്ക് പോകണം. കഥകൾ അവിടെയുള്ള